പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഫിസിക്സിലെ പഠന പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വ്യക്തമായി പഠിക്കുകയുണ്ടായി. ചാലകത്തെ സ്വതന്ത്രമായി തിരിയത്തക്ക രീതിയിൽ ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥാപിച്ചാൽ ആ ചാലകത്തിന്മേൽ ഒരു ബലം അനുഭവപ്പെടും. ഇതെന്ത് നിയമം എന്നാണ് നമ്മൾ പഠിച്ചത്? മോട്ടോർ നിയമം. എ കണ്ടക്ടർ വിച്ച് ഈസ് പ്ലേസ്ഡ് in such a way that free to move in a magnetic field, it experiences a force and it moves. അപ്പോൾ ഈ ചാലകത്തെ സ്വതന്ത്രമായി കറങ്ങത്തക്ക രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്താലോ എന്ത് സംഭവിക്കും? അക്കാര്യത്തെക്കുറിച്ച് ചില പരീക്ഷണങ്ങളിലൂടെ നമുക്ക് ഇന്ന് പഠിക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തന്നിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ? നമ്മുടെ പാഠപുസ്തകത്തിലെ വിലയിരുത്താം, അതിൽ പേജ് നമ്പർ 43-ലെ ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്തോ? എല്ലാവരും ചെയ്യാൻ ശ്രമിച്ചോ? നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന്, അതിൻ്റെ ശരിയായ ഉത്തരം എന്താണെന്ന് ഇവിടെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യനിലെ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ആ ചിത്രമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ, അതായത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, എൻ്റെ ഈ ചൂണ്ടുവിരൽ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയോ സെൻട്രൽ ഫിംഗർ ഇവിടെ കാണിക്കുന്നു, അല്ലേ? അപ്പോൾ വിച്ച് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്? കറണ്ട് ഈസ് ഡ്യൂ ടു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എ കണ്ടക്ടർ. നമുക്കെല്ലാം അറിയാം. ഇലക്ട്രോണുകളുടെ ചലനം കൊണ്ടാണ് ഒരു ചാലകത്തിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവുന്നത്. വിച്ച് ഈസ് ദ കൺവെൻഷണൽ ഡയറക്ഷൻ ഓഫ് കറണ്ട്? ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോണുകളുടെ ചലനദിശ ഇവിടെ ഇപ്പോൾ താഴേക്കാണ്. അപ്പോൾ കറണ്ടിൻ്റെ ചലനദിശയോ നേരെ മുകളിലേക്ക് ഉണ്ടോ? അപ്പോൾ ഫോർ ഫിംഗർ റെപ്രസെൻറ്റ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ റെപ്രസെൻറ്റ്സ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം അനുസരിച്ച് ബലത്തിൻ്റെ ദിശ എങ്ങോട്ടായിരിക്കും? ഈ ഇലക്ട്രോണുകളുടെ മേൽ അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ ദിശ എങ്ങോട്ടായിരിക്കും? ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ, ലംബമായി, അല്ലേ? അപ്പോൾ തമ്പ് ഉണ്ടോ? തമ്പ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഇലക്ട്രോൺസ് എക്സ്പീരിയൻസസ് ഫോഴ്സ്. ഇലക്ട്രോണുകളുടെ മേൽ അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ ദിശ തമ്പ് ഇവിടെ തരുന്നു. അപ്പോൾ ഏതാണ്? ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വളരെ കറക്റ്റാണ്. എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആ പുസ്തകത്തിലെ ചിത്രത്തിന് നേരെ, ചിത്രത്തിന് സമാന്തരമായി നിങ്ങളുടെ കൈവിരലുകൾ ഇതുപോലെ പിടിച്ച് നോക്കുക. മനസ്സിലായല്ലോ? ഇന്നത്തെ പഠന പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഇങ്ങനൊരു ഉപകരണമുണ്ട്. അപ്പോൾ ഈ ഉപകരണത്തിൽ ഇത് നിങ്ങൾക്കറിയാം, PVC കൊണ്ടുള്ള ഒരു കപ്ലിംഗ് ആണ്, ഒരു അഡാപ്റ്ററാണ്. ഇതിനകത്ത് ഞാൻ ഇതുപോലൊരു മാഗ്നറ്റ്, ഇതെന്ത് മാഗ്നറ്റാ? റിംഗ് മാഗ്നറ്റ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ കാണുന്നത്
ഒരു കോപ്പർ വയറാണ്, ഇൻസുലേറ്റഡ് കോപ്പർ വയർ. ഞാനിങ്ങനെ റിംഗ് ഷേപ്പിൽ ചുറ്റി വച്ചിരിക്കുകയാണ്. അതിൻ്റെ 2 അഗ്രങ്ങൾ എൻസ് ആണ് ഈ കാണുന്നത്. ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് ഞാൻ ഈ എൻസ് ഈ സാൻഡ് പേപ്പർ കൊണ്ട് റബ്ബ് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസുലേഷൻ കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഈ കോയിലിനെ ഇങ്ങനെ ശ്രദ്ധിച്ച് വയ്ക്കുകയാണ്. അതെന്താണെന്ന് മനസ്സിലായോ അവിടെ നിങ്ങൾക്ക്? 2 പിന്നുകളാണ് ഉണ്ടോ? 2 സേഫ്റ്റി പിന്നുകൾ ഞാനിങ്ങനെ ലംബമായി വച്ചിരിക്കുകയാണ്. അതിലേക്ക് ഇതാ വൈദ്യുത കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ എലിമിനേറ്റർ നിന്നുള്ള കണക്ഷൻ റിയോസ്റ്റാറ്റിൽ കൊടുത്തിട്ടുണ്ട്. റിയോസ്റ്റാറ്റിൽ നിന്ന് ഇതിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലോ പോസിറ്റീവ് നെഗറ്റീവ് കൃത്യമായി ഇതിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കിയാലോ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്താ കാണുന്നത്? വളരെ ഭംഗിയായി ആ കോയിൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് ഈ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് അതിൻ്റെ കറണ്ടിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തി ആ സ്പീഡ് ഓഫ് റൊട്ടേഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കേട്ടോ, ഇപ്പോൾ സ്പീഡ് കുറഞ്ഞു. ഞാനത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനനുസരിച്ച് ഇതാ വളരെ സ്പീഡിൽ അത് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു മോട്ടോറാണ്. ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ മോട്ടോറിൻ്റെ ഈ കോയിലിൻ്റെ ഈ ഭാഗത്തും വിപരീത ദിശയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബലം അനുഭവപ്പെടുന്നതുകൊണ്ടാണ് അത് കറങ്ങുന്നത്. അതിലൊന്നും ആർക്കും സംശയമില്ലല്ലോ. ഓക്കെ, ഇതേ പരീക്ഷണം നമുക്ക് ഒരു മോട്ടോറിൻ്റെ പ്രവർത്തന മാതൃക വർക്കിംഗ് മോഡൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനൊരു ഉപകരണമുണ്ട്. ഈ ഉപകരണത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? ഇങ്ങനെ 2 പച്ചിരുമ്പ് തകിടുകൾ കാണുന്നുണ്ടല്ലോ. ഒന്ന് റെഡും ഒന്ന് ബ്ലൂ. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഒരു ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ, ഇത് സൗത്ത് പോൾ. ഇങ്ങനെ വെക്കുമ്പോൾ ഇതെന്തായിട്ട് മാറുന്നു? ഇതൊരു യു മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കുകയാണ് അല്ലേ? യു ഷേപ്പുള്ള ഒരു മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കും. ഇവിടെ ഒരു കമ്പിച്ചുരുൾ കാണുന്നുണ്ടോ? ഇത് കോയിലാണ് ഉണ്ടല്ലോ. ഈ കോയിൽ തിരിയുന്നത് ഇങ്ങനെ ഒരു ആക്സിസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് മുതൽ ഇതുവരെ നിങ്ങളുടെ പുസ്തകത്തിൽ XY എന്ന് അതിന് പറഞ്ഞിട്ടുണ്ട്. XY ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ കമ്പിച്ചുരുളിനെ ആർമേച്ചർ എന്ന് പറയും. ഈ ആർമേച്ചർ ABCD എന്ന് നമുക്ക് പറയാം. ABCD. ഇപ്പോൾ ഈ എൻ്റെ ABCD. പിന്നെ എന്തൊക്കെ കാണുന്നുണ്ട്? ഇവിടെ നോക്കൂ. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിങ് ഇങ്ങനെ മുറിച്ച് വച്ചിരിക്കുന്നതായിട്ട് കാണാം. കണ്ടോ? ഒരു റിങ്. ഇതൊരു റിങ്ങാണ്. അപ്പോൾ ഇത് ഹാഫ് റിങ്സ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിനോട് ചേർന്ന് കണ്ടോ, അതിനോട് ചേർന്ന് രണ്ട് കോപ്പർ തകിടുകൾ കാണുന്നുണ്ടോ? ഒന്ന്, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കണ്ടോ, ഇവിടെ ഒരെണ്ണമുണ്ട്. ഈ കോപ്പർ തകിടിലൂടെയാണ് ആർമേച്ചറിലേക്ക് വൈദ്യുതി എത്തുന്നത്. നമ്മുടെ പുസ്തകത്തിലെ ചിത്രത്തിൽ ആ കോപ്പർ തകിടുകൾക്ക് പകരം B1 B2 എന്ന 2 ഗ്രാഫൈറ്റ് ബ്രഷസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മോട്ടോറിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ മോട്ടോർ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കിയാലോ. ഇപ്പോൾ മോട്ടോറിൽ എന്തൊക്കെയാണ്? NS ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ ABCD, പിന്നെയോ റിങ്സ് അല്ലേ, ഹാഫ് റിങ്സ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഹാഫ് റിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു റിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ അതിന് നമുക്ക് സ്പ്ലിറ്റ് റിങ്സ് എന്ന് പറയാം. അതുമായിട്ട് ചേർന്ന് ഈ സ്പ്ലിറ്റ് റിങ്ങിനോട് സമ്പർക്കത്തിൽ ബ്രഷസ് ഉണ്ട്, ഗ്രാഫൈറ്റ് ബ്രഷസ്. ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഇവിടെ നോക്കൂ, പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്വിച്ച് ഓൺ ചെയ്യാം. എന്താ കാണുന്നത്? ഈ ആർമേച്ചർ കോയിൽ വളരെ വേഗത്തിൽ കറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതാ കറണ്ട് കുറയ്ക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പീഡ് കുറഞ്ഞു വരുന്നു അല്ലേ? സ്പീഡ് കുറഞ്ഞു. ഞാൻ വേറൊരു മാഗ്നറ്റ് കൂടെ ഇവിടെ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കൂ, എന്താ കാണുന്നത്? വീണ്ടും സ്പീഡ് കൂടി. കണ്ടോ? അപ്പോൾ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുമ്പോൾ
സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ആർമേച്ചർ ഇൻക്രീസസ്. ഇവിടെ നോക്കിയേ, കണ്ടോ, കറണ്ട് കൂടുമ്പോഴും സ്പീഡ് ഓഫ് റൊട്ടേഷൻ കൂടുകയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഈ ആർമേച്ചർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്? ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മോട്ടോർ പ്രവർത്തിക്കുന്നത്? അതെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. നമുക്കിവിടെ ഒന്ന് വിശദമായി ഒന്ന് ചർച്ച ചെയ്താലോ. ഇവിടെ നോക്കൂ, ഇത് പോസിറ്റീവ്, കണ്ടോ, പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എവിടെ? ഇത് ഞാൻ പറഞ്ഞു, ഈ എൻഡ് എ, ഈ എൻഡോ ബി, ഈ എൻഡ് സി, ഈ എൻഡ് ഡി. ഓക്കെ, അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന്? ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? എയിൽ നിന്ന് ബിയിലേക്ക്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനോ ഇത്, കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണല്ലോ, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മുടെ ചൂണ്ടുവിരൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. കറണ്ടിൻ്റെ ഡയറക്ഷനോ ഈ വിരൽ. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതും, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഏതാ സൂചിപ്പിക്കുന്നത്? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എൻ്റെ ചൂണ്ടുവിരൽ റെപ്രസെൻറ്റ് ചെയ്യണം, കണ്ടോ, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷനോ മിഡിൽ ഫിംഗർ, എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇത് രണ്ടിനും പെർപെൻഡിക്കുലർ, അതായത് താഴേക്ക് ആണല്ലോ. അതുകൊണ്ടാണ് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഡയറക്ഷനിൽ കറങ്ങുന്നത്. മനസ്സിലായി? ഇനി അപ്പോൾ നോക്കിയേ, നമ്മളിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഈ ഡയറക്ഷനിൽ അത് കറങ്ങാനുള്ള ഒരു പ്രവണത കാണിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അതിന്മേൽ ബലം അനുഭവപ്പെടുന്നത് എങ്ങോട്ടാണ്? താഴേക്കാണ്. എന്നാൽ തിരിച്ച് കണക്ട് ചെയ്യുന്ന സമയത്തോ, ഞാൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ തിരികെയാണ്, കണ്ടോ, ഇങ്ങനെ തിരിച്ച് കണക്ട് ചെയ്തു. അന്നേരം നോക്കൂ, കറണ്ടിൻ്റെ ഡയറക്ഷൻ തിരിയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പോസിറ്റീവ് ടെർമിനൽ ഇതാണ് അല്ലേ, പോസിറ്റീവ് ഇതാണ്, നെഗറ്റീവോ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ സിയിൽ നിന്ന് ഡിയിലേക്കാണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ സിയിൽ നിന്ന് ഡിയിലേക്ക് എന്ന് പറഞ്ഞാലോ ഈ ഡയറക്ഷൻ ഉണ്ടോ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനോ, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാണ്. അന്നേരം എന്താ സംഭവിക്കുക? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നേരെ താഴേക്ക്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുന്നത്, ഈ ഡയറക്ഷനിൽ തിരിയുന്നത്. തിരിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ. ഇനി നോക്കൂ, ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് ടെർമിനൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എ ബിയിൽ അനുഭവപ്പെടുന്ന ബലം താഴേക്കാണെന്ന് നമ്മൾ കണ്ടു. എ ബിയിൽ എപ്പോഴും താഴേക്ക് ബലം അനുഭവപ്പെട്ടാൽ ഈ ആർമേച്ചർ സ്ഥിരമായി കറങ്ങുമോ? എ ബിയിലും സി ഡിയിലും അല്ലേ, എ ബിയിലും സി ഡിയിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബലം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കണം. അതിനെന്താ വേണ്ടത്? കറണ്ടിൻ്റെ ഡയറക്ഷൻ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ കറണ്ടിൻ്റെ ഡയറക്ഷൻ വ്യത്യാസപ്പെടുത്താനാണ് നമ്മളിവിടെ ഈ സ്പ്ലിറ്റ് റിങ്സ് ഉപയോഗിക്കുന്നത്. ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴും സ്പ്ലിറ്റ് റിങ്ങുകളും ബ്രഷസും തമ്മിലുള്ള കോണ്ടാക്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ആഫ്റ്റർ ഈച്ച് ഹാഫ് റൊട്ടേഷൻ ദ കോണ്ടാക്റ്റ് ബിറ്റ്വീൻ ബ്രഷസ് ആൻഡ് സ്പ്ലിറ്റ് റിങ്സ് ചേഞ്ചസ്. അപ്പോൾ എന്ത് പറ്റും? ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ചസ്. അപ്പോൾ എന്താ സംഭവിക്കുക? എ ബിയിലും സി ഡിയിലും അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ ദിശയിൽ വ്യത്യാസം വരും. അപ്പോൾ ഓരോ അർദ്ധഭ്രമണം കഴിയുമ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷനിൽ വ്യത്യാസം വരുന്നു, എ ബിയിലും സി ഡിയിലും അനുഭവപ്പെടുന്ന ബലത്തിന് വ്യത്യാസം വരും. ദിസ് റിസൾട്ട്സ് ഇൻ ടു കണ്ടിന്യൂസ് റൊട്ടേഷൻ. എല്ലാ മോട്ടോറുകളുടെയും പ്രവർത്തന തത്വം ഇത് തന്നെയാണ്. അപ്പോൾ സ്പ്ലിറ്റ് റിങ്ങിൻ്റെ പ്രയോജനം മനസ്സിലായല്ലോ. സ്പ്ലിറ്റ് റിങ്സ് ഹെൽപ്സ് ടു ചേഞ്ച് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആഫ്റ്റർ ഈച്ച് ഹാഫ് റൊട്ടേഷൻ. അതുകൊണ്ട് ഈ സ്പ്ലിറ്റ് റിങ്ങും ഈ ബ്രഷസും ഉൾപ്പെടുന്ന ഈ സംവിധാനത്തെ നമ്മൾ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്നാണ് പറയുക. എന്താണ്? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. മനസ്സിലായോ? ഇനി ഈ മോട്ടോർ തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വേറെ ഏതെങ്കിലും ഉപകരണം നിങ്ങൾക്കറിയാമോ? ഉപകരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഈ ഉപകരണം? അതെ, ഇതൊരു ലൗഡ് സ്പീക്കറാണ്. ഇവിടെ നോക്കൂ, ഈ ലൗഡ് സ്പീക്കറിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ലൗഡ് സ്പീക്കർ. അപ്പോൾ ഈ
ലൗഡ് സ്പീക്കറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഈ ചിത്രം കൂടെ ഒന്ന് ശ്രദ്ധിക്കൂ. ലൗഡ് സ്പീക്കറിൻ്റെ ഭാഗങ്ങൾ മനസ്സിലായോ? എന്തൊക്കെ നിങ്ങൾ കണ്ടത്? ഒരു ഇരുമ്പ് കവചം അല്ലേ, അയൺ ഷീൽഡിങ്. പുറത്തുള്ള ഈ കാണുന്ന ഇതാണ് ഒരു ഇരുമ്പ് ഷീൽഡിങ്. നിങ്ങൾ ചിത്രം കൂടെ ശ്രദ്ധിക്കുക. പിന്നെന്തുണ്ട്? ഒരു മാഗ്നറ്റ് ഉണ്ട് അല്ലേ, ഈ കാണുന്ന ഒരു മാഗ്നറ്റ് ഉണ്ട്. പിന്നെയോ ഒരു ഡയഫ്രം ഉണ്ട്. അതിന് പുറത്തായിട്ട് ഡയഫ്രം ഇതിനുള്ളിലുണ്ട്. അതിന് പുറത്തായിട്ട് ഒരു ഡയഫ്രം ഇതിനുള്ളിലായിട്ട് കാണാം. പിന്നെ എന്തുണ്ട്? പുറത്തൊരു പേപ്പർ കോണുണ്ട്. പിന്നെ എന്ത് കണ്ടു നിങ്ങൾ ചിത്രത്തിൽ? വോയിസ് കോയിൽ കണ്ടു അല്ലേ, ഒരു മൂവിങ് കോയിൽ കണ്ടു. എങ്ങനെയാണ് ഈ ലൗഡ് സ്പീക്കർ പ്രവർത്തിക്കുന്നത്? വോയിസ് കോയിൽ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? വെയർ ഡസ് മൂവിങ് കോയിൽ ഓർ വോയിസ് കോയിൽ ഈസ് സിറ്റുവേറ്റഡ്? ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വോയിസ് കോയിലിലൂടെ കറണ്ട് കടന്നു പോകും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, എ കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് ഫോഴ്സ് വെൻ കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ് അല്ലേ. ഒരു ചാലകത്തെ കാന്തിക മണ്ഡലത്തിൽ വച്ചാൽ അതിലൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ അതിന്മേലൊരു ബലം അനുഭവപ്പെടും. ഇവിടെ ഈ മൂവിങ് കോയിൽ എന്തു ചെയ്യും? കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ബലം അനുഭവപ്പെടുന്നത് കൊണ്ട് അത് വൈബ്രേറ്റ് ചെയ്യും. ഈ മൂവിങ് കോയിലിനെ എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? അതെ, ഡയഫ്രം. അപ്പോൾ മൂവിങ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡയഫ്രവും വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞറിയാമല്ലോ, ഈ മൈക്രോഫോൺ അല്ലേ. ഈ മൈക്രോഫോണിന് മുന്നിൽ ശബ്ദമുണ്ടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വൈദ്യുത സ്പന്ദനങ്ങളുണ്ടാകും, ഇലക്ട്രിക് പൾസസ്. ആ ഇലക്ട്രിക് പൾസസ് എവിടേക്കാണ് പോവുക? അതെ, ആംപ്ലിഫയർ. ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നു? ഈ ചെറിയ വൈദ്യുത സ്പന്ദനങ്ങളെ പുഷ്ടിപ്പെടുത്തും, സ്ട്രെങ്തൻ ചെയ്യും. അങ്ങനെ സ്ട്രെങ്തൻ ചെയ്യപ്പെട്ട വൈദ്യുത സ്പന്ദനങ്ങളാണ് എവിടെ എത്തുന്നത്? ലൗഡ് സ്പീക്കറിലെത്തുന്നത് അല്ലേ. ഈ ലൗഡ് സ്പീക്കറിലെത്തുന്നത് അങ്ങനെ സ്ട്രെങ്തൻ ചെയ്യപ്പെട്ട വൈദ്യുത സ്പന്ദനങ്ങളാണ്. അപ്പോൾ കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു, യഥാർത്ഥ ശബ്ദം നമുക്ക് ഉച്ചത്തിൽ കേൾക്കാൻ സാധിക്കും. അപ്പോൾ മോട്ടോർ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഇത്, ലൗഡ് സ്പീക്കർ. അപ്പോൾ ഈ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ അവസാന ഭാഗത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർമ്മിക്കൂ. എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം നമ്മളൊരു സിമ്പിൾ മോട്ടോർ, എങ്ങനെയാണ് ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു അല്ലേ. ചെറിയൊരു കോയിൽ കറക്കിക്കൊണ്ട് നമ്മൾ പഠിച്ചു. പിന്നെ ശരിക്കുമുള്ള ഒരു DC മോട്ടോർ കണ്ടു. അപ്പോൾ ആ മോട്ടോറിൻ്റെ ഭ്രമണവേഗത, ആർമേച്ചറിൻ്റെ ഭ്രമണവേഗത എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു? സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 മാഗ്നറ്റ് ഉപയോഗിക്കുകയാണ്. ഒരു മാഗ്നറ്റ് ഉപയോഗിച്ചാൽ ഇതിൻ്റെ റൊട്ടേഷനേക്കാൾ കൂടുതലായിരിക്കും 2 മാഗ്നറ്റ്, അത് നിങ്ങൾ കണ്ടു. പിന്നെ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്തു? കറണ്ട് വ്യത്യാസപ്പെടുത്തി അല്ലേ, അപ്പോഴും നിങ്ങൾ കണ്ടു. അപ്പോൾ ആർമേച്ചറിൻ്റെ ഭ്രമണ വേഗത എന്തിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു? സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഈ മോട്ടോറുകൾ എല്ലാം പ്രവർത്തിക്കുന്നത് ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മോട്ടോറുകളുടെ കണ്ടുപിടുത്തം നമ്മുടെ ജീവിത പുരോഗതിക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഏതെല്ലാം രംഗത്താണ് മോട്ടോറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ ചാപ്റ്ററിൽ വൈദ്യുതിയുടെ കാന്തിക ഫലത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായി ചർച്ച ചെയ്തത്. ഈ കാന്തിക ഫലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്ത യൂണിറ്റിൽ പഠിക്കാൻ സാധിക്കും. ഈ ചാപ്റ്ററിലുള്ള വിലയിരുത്താം എന്ന ഭാഗത്തെ മറ്റ് ചോദ്യങ്ങൾ, നമ്മളിവിടെ ഈ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാത്ത ചോദ്യങ്ങൾ നിങ്ങൾ
സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തണം. അതിൻ്റെ ശരിയായ ഉത്തരം കണ്ടെത്തി പഠിക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉയർന്ന ഗ്രേഡുകൾ നേടാൻ സാധിക്കട്ടെ. ജീവിതത്തിലും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ.